നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം 1201 ആണ്ട് തൃക്കേട്ട നക്ഷത്രത്തിന്റെ വർഷഫലമാണ്. അതായത് 1201 ആണ്ട് എന്ന് പറയുമ്പോൾ 2025 സെപ്റ്റംബർ 1 മുതൽ 2026 ഓഗസ്റ്റ് അവസാനം വരെയുള്ള ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മളിവിടെ ഫലങ്ങളെക്കാൾ ഉപരി തൃക്കേട്ട നക്ഷത്രക്കാര് ഈ സെപ്റ്റംബർ മാസം മുതൽ 2026 ഓഗസ്റ്റ് വരെ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചു പോകേണ്ടതെന്നും ഇങ്ങനെ ശ്രദ്ധിച്ചു പോയാൽ ഇവരുടെ ജീവിതം വളരെ ഉന്നതിയിലെത്തും എന്നുമുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന രീതിയിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള ഉന്നതികൾ ഉണ്ടാവുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാരെല്ലാം ഈ ഫലം കേൾക്കുക. ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അറിയിപ്പുണ്ട്. നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. സെപ്റ്റംബർ മാസ ഫലം എടുക്കുകയാണെങ്കിൽ അഹോരാത്രം പ്രവർത്തിക്കുന്നതിനാൽ ഏതൊരു വിപരീത സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാവുന്നതാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തില് സർവകാര്യ വിജയം നിങ്ങൾക്കുണ്ടാവുന്നതാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ നിങ്ങൾ സഹകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്ന അസുഖങ്ങൾക്ക് നിങ്ങൾ ആയുർവേദ ചികിത്സയൊക്കെ തുടങ്ങുന്നതാണ്. കർമ്മമണ്ഡലത്തില് പുതിയ ഭരണ സംവിധാനമൊക്കെ അവലംബിക്കുവാനുള്ള സാഹചര്യമൊക്കെ വന്നു ചേരും. ലാഭശതമാനത്തിന്റെ വ്യവസ്ഥകളോടുകൂടിയ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും. ബിസിനസ്സിലൊക്കെ ഗണ്യമായ വർധനവുണ്ടാവും. ഉദ്യോഗസ്ഥർക്കൊക്കെ അധികൃതരുടെ പ്രീതി നിമിത്തം ഉദ്യോഗത്തില് സ്ഥാനക്കയറ്റത്തിന് സാധ്യത കാണുന്നുണ്ട്. സഹകരണ പ്രസ്ഥാനങ്ങളുടെയൊക്കെ സാരഥ്യം വഹിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. സെപ്റ്റംബർ മാസത്തില് ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള ഒരു സമയമാണ്. അവസരങ്ങളൊക്കെ വേണ്ട വിധത്തിൽ നിങ്ങൾ വിനിയോഗിക്കുക. സെപ്റ്റംബർ മാസത്തില് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഒരു ഫലം പൊതുവായിട്ട് പറയുകയാണെങ്കിൽ അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഫലമാണ്. സെപ്റ്റംബർ 1, 2, 8, 9, 21, 23, 27 തീയതികൾ വളരെ ശുഭകരമാണ്. ഈ തീയതികളിൽ നിങ്ങൾ നിങ്ങളുടെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും സെപ്റ്റംബർ മാസത്തിൽ വളരെ നല്ലതായിരിക്കും. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭവനമൊക്കെ വിട്ട് മറ്റൊരു താമസ സ്ഥലം തേടി പോകുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലും അനുഭവത്തിന്റെ വെളിച്ചത്തിലും ലളിതമായിട്ടുള്ള ജീവിത രീതി പിന്തുടരുന്നത് സമാധാനത്തിനൊക്കെ വഴിയൊരുക്കുന്നതാണ്. ഭൂമി ക്രയവിക്രയങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഒക്ടോബർ മാസത്തില് സംഘടനാ നേതൃത്വമൊക്കെ ഏറ്റെടുക്കുന്നതിനാല് സത്കീർത്തി വന്നു ഭവിക്കുന്നതാണ്. കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷവും ഒക്കെ നിങ്ങൾക്ക് ഏതൊരു സാഹചര്യത്തെയും അതിജീവിച്ചു പോകാനുള്ള കഴിവ് തരുന്നതാണ്. നിങ്ങൾ ഈ ഒക്ടോബർ മാസം ചെയ്യുന്ന ഏതൊരു ബിസിനസ് സംരംഭവും വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ആശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്ടോബർ മാസം അത് അവലംബിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഉദ്യോഗസ്ഥർക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കും നല്ല സമയമാണ്. പ്രവർത്തന മേഖലകളിൽ നിന്നൊക്കെ സാമ്പത്തിക നേട്ടം വരുന്ന ഒരു സമയമാണ്. ഒക്ടോബർ മാസവും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു മാസമാണ്. പ്രത്യേകിച്ച് ശല്യങ്ങളൊന്നും ഉണ്ടാവാത്ത ഒരു മാസമാണ്. നിങ്ങളുടെ ഭവനമൊക്കെ മാറുന്നതായിട്ടൊന്ന് കാണുന്നുണ്ട്. ഒക്ടോബർ 1, 2, 7, 8, 9, 21, 22, 23, 27 തീയതികൾ വളരെ ശുഭകരമാണ്. ഈ സമയം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ പ്രായത്തിലുപരി നിങ്ങളുടെ പക്വത ഉള്ള സമീപനത്തില് വളരെയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ആത്മാഭിമാനമൊക്കെ ഇതിലുണ്ടാകുന്നതാണ്. എന്നാൽ ജോലിയിലുള്ള ചില ആൾക്കാർക്കൊക്കെ പുരോഗതി ഇല്ലാത്തതിനാല് ജോലി ഉപേക്ഷിച്ചാലോ എന്ന ചിന്തയുണ്ടാകും. ആ ചിന്ത വളരെ നല്ലതാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മാസമാണ് നവംബർ മാസം. നിങ്ങളുടെ കഴിവുകൾ മൂലം നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാസമാണ്. ഈ ജോലി ഉപേക്ഷിക്കുമ്പോൾ ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് ഇതിലും മേൽ നല്ലൊരു ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ? നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ആ സമയത്ത് അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ
അതനുസരിച്ച് നിങ്ങൾ തീരുമാനമെടുക്കുക. ചില കണ്ടുപിടുത്തങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്നതാണ്, അതിൽ നിങ്ങൾക്ക് അംഗീകാരമൊക്കെ ലഭിക്കുന്നതാണ്. ശാസ്ത്ര നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുന്നവർ ഈ മാസം പൂർണ്ണമായിട്ടുള്ള ഒരു പദ്ധതിയൊക്കെ സമർപ്പിക്കുകയാണെങ്കിൽ അതിന് അംഗീകാരമൊക്കെ ലഭിക്കുവാന് സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുടെ വ്യാകുലമായിട്ടുള്ള മനസ്സിനെ നിയന്ത്രിക്കുന്നത് വഴി കുടുംബത്തില് സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഉണ്ടായിത്തീരും. കുടുംബത്തിലൊരു സമാധാന അന്തരീക്ഷമാണ് കാണുന്നത്. വന്നു ചേരുന്ന അവസരങ്ങള് പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ഒരു അശ്രാന്ത പരിശ്രമം നിങ്ങളിൽ നിന്നുണ്ടാവുന്നുണ്ട്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ നവംബർ മാസം ചില അവസരങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. അതിൽ നിങ്ങൾ വളരെ ഉത്സാഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വിജയം നിങ്ങൾക്കൊപ്പമാണ്. എടുത്തു പറയേണ്ട കാര്യം, വിദ്യാർത്ഥികൾക്കൊക്കെ പുതിയ പുതിയ പഠന പദ്ധതികളിലും ഉപരിപഠനത്തിനുമൊക്കെ ചേരുവാനുള്ള പറ്റിയൊരു സമയമാണ് നവംബർ മാസം. നിങ്ങൾക്ക് അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് കാണാതെ പോകരുത്. താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ ഉറച്ചു വിശ്വസിക്കുക. നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നത് കൃത്യമായി വിനിയോഗിക്കുക. നവംബർ 1, 7, 8, 12, 14, 15, 16, 21, 22, 23, 29 തീയതികൾ വളരെ ശുഭകരമാണ്. പാർവതീ ദേവിയെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം. ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ആരോഗ്യ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുന്നതാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിഷ്പ്രയാസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഉദ്യോഗത്തിലൊക്കെ സ്ഥാനക്കയറ്റം ലഭിക്കും. കർമ്മമണ്ഡലത്തില് പുതിയ ആശയങ്ങൾ അവലംബിക്കുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. വ്യാപാര വിതരണ വിപണന മേഖലയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ചില അവസരങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. കയറ്റിറക്കുമതിയിലൊക്കെ നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ് ഒക്കെ ഗണ്യമായിട്ട് പുരോഗമിക്കുന്നതാണ്. പണി ചെയ്തു വരുന്ന ഭവനം വാങ്ങുവാനോ അല്ലെങ്കിൽ പ്രാഥമിക സംഖ്യ കൊടുത്ത് ഒരു കരാർ എഴുതുവാനോ പുതിയ ഭൂമി വാങ്ങുവാനോ ഒക്കെയുള്ള ഒരു യോഗം നിങ്ങൾക്ക് ഈ ഡിസംബർ മാസമുണ്ട്. ഭൂമി സംബന്ധമായിട്ടുള്ള ഒരു യോഗവും ഭവന സംബന്ധമായിട്ടുള്ള ഒരു യോഗവും നിങ്ങൾക്ക് ഈ ഡിസംബർ മാസം തീർച്ചയായിട്ടും വരുന്നതാണ്. ഈ സമയത്ത് ഭവനമില്ലാത്തവരൊക്കെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭവനമാവുന്നതാണ്. തൃക്കേട്ട നക്ഷത്രക്കാര് നമ്മൾക്ക് വരുന്ന അവസരങ്ങളെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. കണ്ടില്ല എന്ന് നടിച്ച് വിടരുത്. ഈ ഡിസംബർ 4, 5, 12, 17, 18, 25 തീയതികൾ വളരെ ശുഭകരമാണ്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ഈ 2025 അവസാനിക്കുമ്പോൾ, അതായത് ഈ 2025 സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള ഒരു ഫലം എടുക്കുകയാണെങ്കിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വലുതായിട്ട് പേടിക്കേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ വരുന്നില്ല. സാമ്പത്തിക ഭദ്രത ഉണ്ടാവുന്നതാണ്, ജോലിയിൽ ഭദ്രത ഉണ്ടാവുന്നതാണ്, ബിസിനസ് എല്ലാം ഭദ്രമാണ്. ഒരുപാട് അവസരങ്ങൾ നിങ്ങൾ വരുന്നത് വിനിയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വരുന്ന 4 മാസങ്ങളിൽ നിങ്ങളുടെ സ്ഥിതിഗതികളൊക്കെ മാറി മറിയുന്നതാണ്. ഇപ്പോഴുണ്ടായിരുന്ന ജീവിതത്തിൽ നിന്നും ഒരു മെച്ചപ്പെട്ട ജീവിതം ഈ വർഷാവസാനം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇനിയും 2026 നിങ്ങളെ എന്താണ് കാത്തു വെച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2026 നിങ്ങൾക്ക് ജനുവരിയിൽ എത്തുമ്പോൾ തന്നെ ചെറിയ വിശ്വാസ വഞ്ചനയൊക്കെ കാണുന്നുണ്ട്. പരസ്പര വിശ്വാസമൊക്കെ നഷ്ടപ്പെടുന്നത് കൊണ്ട് നിങ്ങൾ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്നൊക്കെ നിങ്ങളെ തന്ത്രപൂർവ്വം പിന്മാറുന്നതായിരിക്കും നല്ലത്. എന്നാൽ നിങ്ങൾക്ക് അതിർത്തി തർക്കം ഉണ്ടായിരുന്നതൊക്കെ പരിഹരിച്ച് അർഹമായിട്ടുള്ള സ്വത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിശ്ചയിച്ചുറച്ച കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. നിങ്ങൾ പുതിയ പ്രവർത്തന മേഖലയിലേക്ക് പോവുകയും പുതിയ ബിസിനസ്സിലേക്കൊക്കെ പോവുകയും അവിടെ നിന്ന് പുരോഗതി ഉണ്ടാകുകയും അതുവഴി സാമ്പത്തിക നേട്ടം ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. ഉദ്യോഗത്തോടനുബന്ധമായിട്ട് ഉപരിപഠനത്തിന് ചേരുന്ന വിധത്തില് മറ്റൊരു രാജ്യത്തേക്കൊക്കെ വിദ്യാർത്ഥികൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പാർട്ട് ടൈം ജോബും പാർട്ട് ടൈം പഠനവും ഒക്കെ ആയിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജനുവരി മാസത്തില് കൂടെ നിൽക്കുന്നയാള് വഞ്ചന കാണിക്കുമെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടെല്ലാം നിങ്ങൾക്ക് നല്ലൊരു കാര്യമാണ്. ഈ കൂടെ നിൽക്കുന്നയാള് ഒരു ശത്രുവായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അതിനുള്ള കാര്യങ്ങള് മുൻകൂട്ടി ചെയ്തു വേണം ഈ ബിസിനസ്സിൽ നിന്ന് പിന്മാറുവാന്. ജനുവരി 7, 8, 9, 11, 15, 17, 26 തീയതികൾ വളരെ ശുഭകരമാണ്. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും. ഫെബ്രുവരി മാസത്തിലേക്കൊക്കെ എത്തുമ്പോൾ സാഹസിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ആ സാഹസിക പ്രവൃത്തിയിൽ നിന്നൊക്കെ പിന്മാറേണ്ട സാഹചര്യമുണ്ട്. കാരണം ചെറിയ അപകടങ്ങൾ പതുങ്ങിയിരിക്കുന്നുണ്ട്. ഈ ഫെബ്രുവരി മാസം നിങ്ങളുടെ ദേഹം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ പ്രവർത്തന രീതിയൊക്കെ പിന്തുടരുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അത് ഏതൊരു വിപരീത സാഹചര്യത്തെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുന്നുണ്ട്. ഈ ഫെബ്രുവരി മാസം നിങ്ങൾ
സാമ്പത്തികമായിട്ട് അനുകൂലമായിരിക്കും. എന്നാൽ ചില അപകടങ്ങളൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് സുഹൃത്തുക്കളുടെയൊക്കെ വഴി പിന്തുടരുകയാണെങ്കിൽ അതൊക്കെ മാറിപ്പോകുന്നതാണ്. അതുകൊണ്ട് എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. സാഹസികമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മളുടെ ആരോഗ്യമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുക. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് വളരെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നുണ്ട്. കൂടാതെ സർക്കാർ ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടത്തുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ്. വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ലൊരു സമയമാണ്. വസ്തുനിഷ്ഠമായിട്ട് പഠിച്ചു ചെയ്യുന്ന കർമ്മമണ്ഡലത്തിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം ഉണ്ടാവുന്നതാണ്. ഫെബ്രുവരി മാസത്തിലെ 1, 7, 12 തീയതികൾ വളരെ ശുഭകരമാണ്. ഈ ഫെബ്രുവരി മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം. മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള പ്രവർത്തനം അനുകൂലമായിട്ടുള്ള അവസരങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ്. വിവിധ കർമ്മപഥത്തിൽ ഏർപ്പെടുവാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. ഉദ്യോഗത്തിലെ ഒരു വിഭാഗത്തിന്റെ സമ്പൂർണ്ണ ചുമതല നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും. ഒരുപാട് കാലമായിട്ട് അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ അടുത്ത് പെരുമാറുന്ന ഒരു സമയമാണ്. കൂടാതെ ചില ദമ്പതിമാരുടെ കാര്യത്തില് ഒരുപാട് കാലമായിട്ട് അകന്നു കഴിഞ്ഞ് ഒരിക്കലും ചേരാൻ കഴിയില്ല എന്ന് തീരുമാനിച്ച ദമ്പതിമാരൊക്കെ നല്ലൊരു തീരുമാനമെടുത്ത് അവരുടേതായ ജീവിതത്തിലേക്ക് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിയൊരു സുപ്രധാനമായ മാറ്റമൊക്കെ മാർച്ച് മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാം വളരെ നന്നായിട്ട് ഭംഗിയായിട്ട് അവസാനിക്കുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. മാർച്ച് 7, 8, 9, 12, 15 തീയതികൾ വളരെ ശുഭകരമാണ്. ഏപ്രിൽ മാസത്തിലേക്ക് വന്നു ചേരുമ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലങ്ങൾ പറയുമ്പോൾ വന്നു ചേരുന്ന അവസരങ്ങൾക്ക് പരമാവധി നിങ്ങളത് പ്രയോജനപ്പെടുത്തും. അത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ കഴിഞ്ഞ ഒരു 3 മാസത്തെ പ്രവർത്തന പുരോഗതിയൊക്കെ വിലയിരുത്തി കൂടുതൽ പണം മുടക്കുവാൻ നിങ്ങൾ തീരുമാനിക്കും. കാരണം ജനുവരിയിൽ നിങ്ങൾ പുതിയൊരു ബിസിനസ് ഒക്കെ അല്ലെങ്കിൽ ഒരു സ്വയം തൊഴിലൊക്കെ നിങ്ങൾ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അത് വളരെ വിജയമായിരിക്കും. ജനുവരിയിൽ പുതിയൊരു ബിസിനസ് ഒക്കെ തുടങ്ങുന്നത് വളരെ നല്ലതാണ്. അത് ഏപ്രിൽ മാസമാകുമ്പോഴേക്കും അതിൽ ഒരുപാട് പുരോഗതിയൊക്കെ ഉണ്ടാവുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു വർഷമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ടെല്ലാം നടക്കുന്ന ഒരു മാസം കൂടിയാണ് ഏപ്രിൽ മാസം. അനിഷ്ട അവസ്ഥകളൊക്കെ നിങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും അതിനെല്ലാം നിങ്ങൾ വളരെ ലാഘവത്തോടെ തരണം ചെയ്യുന്നതാണ്. നിങ്ങളുടെ ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലൊക്കെ വർദ്ധിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ശത്രുക്കളുടെ എണ്ണം കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വിവാഹം നടക്കുവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. വിവാഹത്തിന്റെ സമയമാണ്. വിവാഹം നടക്കാതിരുന്നവരുടെ വിവാഹമൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഒരുപാട് ശുഭവാർത്തകളൊക്കെ കേൾക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ദാമ്പത്തിക സുഖമൊക്കെയാണ് ഏപ്രിൽ മാസം പറയുന്നത്. എന്നാലും ചെറിയ ശത്രുദോഷമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. കാരണം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കളും നമ്മൾ അറിയാതെ തന്നെ ഉത്ഭവിക്കുന്നതാണ്. അത് നമ്മളുടെ പ്രകൃതിയുടെ ഒരു നിയമം പോലെയാണ് കണക്കാക്കി പോരുന്നത്. അതുകൊണ്ട് ശത്രുക്കളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം. കാളിദേവിയെ ഭജിക്കുന്നതോ ശിവഭഗവാനെ ഭജിക്കുന്നതോ വളരെ നന്നായിരിക്കും. കഴിയുമെങ്കിൽ നിങ്ങളുടെ നക്ഷത്രത്തിനനുസരിച്ച ഒരു രത്നമോതിരമൊക്കെ തിരഞ്ഞെടുത്ത് ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഒരു വെള്ളിമോതിരം ധരിക്കുന്നത് നല്ലതായിരിക്കും. അതാകുമ്പോൾ വെള്ളിമോതിരമാകുമ്പോൾ ഒരു നെഗറ്റീവ് എനർജിയെയും നിങ്ങളെ പിടികൂടാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ഏപ്രിൽ 4, 11, 14, 21, 22 തീയതികൾ വളരെ ശുഭകരമാണ്. മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ ആഗ്രഹിച്ച വിഭാഗത്തിലേക്കൊക്കെ ഉദ്യോഗസ്ഥർക്കൊക്കെ ഉദ്യോഗമാറ്റം ഉണ്ടാകുന്നതാണ്. പഠിച്ച വിദ്യയോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിൽ നിയമന അനുമതിയൊക്കെ ലഭിക്കുന്നതാണ്. പൂർവിക സ്വത്തൊക്കെ രേഖാപരമായിട്ട് ലഭിക്കുന്നതാണ്. മേലധികാരിയുടെ മിഥ്യാധാരണകൾക്ക് വിശദീകരണം നൽകാൻ ഇടവരും. ഈ നിങ്ങളെ അപകീർത്തിപ്പെടുത്തുവാനായിട്ട് ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട്, ഉദ്യോഗത്തിൽ ഇരിക്കുന്നവരൊക്കെ. അപ്പോൾ അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു മറുപടിയൊക്കെ നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകും. ജനഹിതം മനസ്സിലാക്കി ചെയ്യുന്ന പ്രവൃത്തിയിൽ വിജയം കൈവരിക്കും. കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവുന്നതാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മെയ് മാസവും വളരെ നല്ലതാണ്. എന്നാൽ ചെറിയ ശത്രുദോഷം മൂലം നിങ്ങളെ അപകീർത്തിപ്പെടുത്തുവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മെയ് 14, 18, 22 തീയതികൾ വളരെ ശുഭകരമാണ്.
ജൂൺ മാസത്തിലേക്ക് വന്നെത്തുമ്പോൾ പഠിച്ച വിദ്യയൊക്കെ പ്രാവർത്തികമാക്കാനുള്ള അവസരം വന്നു ചേരും. കുടുംബത്തില് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ചില അസുഖങ്ങളൊക്കെ മാറി നിങ്ങളുടെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുന്നതാണ്. പ്രായോഗിക വിജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കുന്നതാണ്. പുതിയ ഒരു ബിസിനസ്സിനൂടെ അല്ലെങ്കിൽ ഒരു കർമ്മ മേഖലയ്ക്കൂടെ നിങ്ങൾ രൂപകൽപ്പന ചെയ്ത് അതിൽ ചെറിയ അവസരങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതും വളരെ നല്ല കാര്യമാണ്. നിങ്ങൾ നാനാ വഴിക്കൂടെയും പണം സമ്പാദിക്കുവാനുള്ള ഒരു ചിന്തയിലേക്ക് പോകുന്നതാണ്. അത് വളരെ നല്ലതാണ്. എന്നാൽ ഇങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മളുടെ മുൻകാലങ്ങളെയൊക്കെ മറന്നു പോകാതെ, അഹങ്കരിക്കാതെ, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഏറ്റെടുക്കുന്ന ദൗത്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നതാണ്. ഈ ജൂൺ മാസത്തില് നിങ്ങൾ അഹങ്കരിക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് പണവും കാര്യങ്ങളും ഒക്കെ ആയി കഴിയുമ്പോൾ മനുഷ്യ സഹജമായിട്ടുള്ള ഒരു അഹങ്കാരം മനസ്സിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ സർവകാര്യ വിജയമാണ്. ജൂൺ മാസം എല്ലാം കൊണ്ടും വളരെ നല്ലതാണ്. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ജൂലൈ മാസത്തില് ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാം സാമ്പത്തിക നേട്ടമുണ്ടാവും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് കുടുംബത്തിലൊരു പ്രധാന സ്ഥാനമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും നമ്മളുടെ സാമ്പത്തികം അനുസരിച്ച് മാത്രം അവരെ പരിഗണിക്കുക. ഒരുപാട് സാമ്പത്തികമൊക്കെ സഹായം ചെയ്ത് നമ്മളുടെ പേര് നിലനിർത്തുമ്പോൾ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി മാറിപ്പോകാതെ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നുണ്ട്. എന്ത് കാര്യങ്ങളും തൃപ്തികരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ജൂലൈ മാസവും വളരെ അനുകൂലമാണ്. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ മാത്രം മതിയാകുന്നതാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അഹങ്കാരം ഉണ്ടാകാതിരിക്കുക, അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടാകാതിരിക്കുക. എല്ലാം ഭാഗ്യം കൊണ്ട് നടക്കുന്നു എന്നുള്ളൊരു വിശ്വാസത്തിലും സ്വന്തം കഴിവില് അധികം അഹങ്കരിക്കാതിരിക്കുക. നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് തന്നെയാണ് നിങ്ങൾ നേടിയെടുക്കുന്നതെങ്കിലും അതില് ഒരു അഹങ്കാര ഭാവം ഉണ്ടാവാതിരുന്നാൽ മാത്രം മതിയാവുന്നതാണ്. ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ തീരുമാനത്തിലെ ഔചിത്യം, സത്കീർത്തിയും സജ്ജന പ്രീതിയും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. പരിഗണിക്കപ്പെടുന്നതിനാൽ ആത്മവിശ്വാസവും സമാധാനവും എല്ലാം ഉണ്ടാകും. നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള സമീപനത്തില് വിജയം നേടുന്നതാണ്. ഈ ഓഗസ്റ്റ് മാസവും നിങ്ങൾക്ക് വളരെ നല്ലൊരു മാസമാണ്. ഓഗസ്റ്റ് മാസം എന്നല്ല, ഈ 1201 ആണ്ട് വർഷഫലം എടുക്കുകയാണെങ്കിൽ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സർവകാര്യ വിജയം എന്ന് ആണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം അത്രയ്ക്ക് നല്ല ഒരു വർഷമായിട്ടാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കാണുന്നത്. ശത്രുശല്യം ഉണ്ടെങ്കിൽ പോലും അത് വളരെ കുറച്ചുള്ള ഒരു ശത്രുശല്യമാണ്. നിങ്ങൾ പ്രാർത്ഥനയോടെയും നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയും നിങ്ങൾ അഹങ്കരിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു വിജയമാണ് 2025 സെപ്റ്റംബർ 1 മുതൽ 2026 ഓഗസ്റ്റ് വരെ കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കുകയാണെങ്കിൽ, ചുമ്മാ ഇരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല. പരിശ്രമിക്കുകയാണെങ്കിൽ അടുത്ത തിരുവോണ വർഷമാകുമ്പോഴേക്കും നിങ്ങൾക്ക് വളരെ വലിയൊരു ജീവിത രീതിയിലേക്ക് കടന്നു പോകാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തൃക്കേട്ട നക്ഷത്രത്തിന്റെ തിരുവോണ വർഷഫലം, അതായത് 1201 ആണ്ട് വർഷഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു പൊതുഫലമാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. നമ്മളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.